സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ പ്രാർത്ഥനകൾക്കായി അങ്ങയുടെ മക്കളെ ശിരസ് നമിച്ച് നിൽക്കുന്ന ഈ വേളയിൽ നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അണിപ്പടതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങൾ മനസ്സിടിഞ്ഞു പോയവരുണ്ടാകും. അവരുടെ എല്ലാം മനസ്സ് സന്തോഷ നിർഭരമാകുകയും ഉത്സാഹഭരിതമാകുകയും ചെയ്യട്ടെ. കാരണം എന്താണ്? കർത്താവിൻ്റെ ആശീർവാദമാണ് പ്രഭാതത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരികമായ വിഷമതകൾ, ഭാരങ്ങൾ, ശാരീരികത്തിൻ്റെ അവശതകൾ, അതുപോലെ തന്നെ തളർച്ചകൾ, ഒരു ഉന്മേഷമില്ലായ്പ, മനസ്സിന് ഉന്മേഷമില്ലാത്തവർ, ഇന്നത്തെ ഉറക്കം ശരിയാകാത്തവർ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗകാരണങ്ങളാലും ഇന്നത്തെ ജീവിതത്തിൻ്റെ ചെയ്തു തീർക്കേണ്ട വലിയ ഭാരങ്ങളാലും ചില വഴി സ്ഥലങ്ങളിൽ നിന്ന് വഴക്ക് കേൾക്കുമോ എന്നുള്ള ഭീതിയാലും അങ്ങനെ ആരെയും പേടിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വചനം. ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. അത് കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവരെ മാത്രം പേടിക്കാൻ പറയുമ്പോൾ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവത്തെ മാത്രമേ പേടിക്കത്തുള്ളൂ. പറയുക, മനസ്സിൽ കുറയുക, എൻ്റെ ദൈവത്തെ മാത്രം ഞാൻ ഭയപ്പെടുത്തുള്ളൂ. ഞാൻ കാലത്തെയോ കാലം വരെ മനുഷ്യരെയോ ഒന്നും ഭയപ്പെടത്തില്ല. അതുപോലെ തന്നെ കർത്താവ് അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മശക്തിയുടെ വെളിച്ചം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ ഇസ്രയേലിൽ കർത്താവ് അങ്ങയുടെ ദൂതൻ കടന്നു പോയപ്പോൾ കർത്താവ് ആ മക്കളെ സംരക്ഷിച്ചതുപോലെ നീ ആ മക്കളെ സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീ ഏത് ഭവനത്തെ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ വചനത്തിന് വെളിച്ചത്തിൽ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിൽ 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ ആയുസ്സോടും കൂടി അമ്മമാർ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ എല്ലാ യോഗ്യതയും കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃപാസനം നടന്ന 10,000-കണക്കിന് ആരാധനകളുടെ മുഴുവൻ ശക്തി ദൈവപൈതരെ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ കുടുംബത്തിൽ പെൻഡിങ്ങായി കിടക്കുന്ന ഓരോ കാര്യങ്ങളും, നിന്നെ മ്ലാനമാക്കുന്ന ഓരോ സാഹചര്യങ്ങളും, നിന്നെ അലട്ടുന്ന ഓരോ സങ്കടങ്ങളും എങ്ങനെയാണ് കൊടുങ്കാറ്റിലെ മഞ്ഞുനീര് ഒരുകിപ്പോകുന്ന പോലെ, കാറ്റിലെ മേഘം തുരത്തപ്പെടുന്ന പോലെ നിന്റെ ആദികൾ ഭീതികൾ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസത്താൽ നീങ്ങിപ്പോകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഓക്കെ, താങ്ക് യു മൈ ലോർഡ് ജീസസ്. നല്ല പ്രാർത്ഥനയ്ക്ക് നന്ദി കർത്താവേ. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ, നമ്മൾ വചനം കേൾക്കാൻ പോകുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒത്തിരി പേര് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണ്ടേ. ഇന്ന് ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവർ ചിലർക്ക് ഉടമ്പടിയിലൊരു ഉടക്ക് വരുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ കക്ഷികൾക്ക് ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കല്ല പ്രാധാന്യം. എന്താ കാര്യം? എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങളെ ഇപ്പം തന്നെ മത്തായിയുടെ സുവിശേഷം 6:8 വായിച്ചേ. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് വിഷയത്തിന്റെ കാര്യം കേട്ടില്ലേ? എന്താണ്?
നിങ്ങൾ ചോദിക്കുന്ന ഒന്ന് പറഞ്ഞ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അടാ, അപ്പൊ നമ്മള് അവിടെ കർത്താവിന്റെ ഗേറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞു, അത് ചെയ്തു തരാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? 6:33 വായിച്ചേ. മത്തായി സുവിശേഷം 6:33. ദൈവം നമ്മളോട് പറയുന്ന കാര്യം വായിച്ചേ. നിങ്ങൾ ആദ്യം അതാ സംഭവം. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴെന്താണ്? ദൈവം നമ്മൾ ചോദിക്കും മുമ്പ് തന്നെ തരാൻ തീരുമാനിച്ചു. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? എന്താണ്? അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക. ഉടമ്പടി അതാണ് ചെയ്യണത്. ദൈവത്തിൻ്റെ രാജ്യം ദൈവം അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അത് ജീവിതം നിറവേറ്റി സുവിശേഷ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ എന്താണ്? ദൈവരാജ്യം നമ്മൾ വന്നു കഴിഞ്ഞു എന്നാണ്. ലൂക്ക 17:21. ലൂക്ക 17:21 വായിക്കാം. ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്ത് സംഭവം അറിയാവോ? അതായത് നമ്മൾ ആദ്യം ദൈവരാജ്യം ദൈവത്തിന്റെ വചനങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചിലർ പറയും കർത്താവ് ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഉടമ്പടിയുടെ മറ്റു കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ദൈവം ഒരു അടയാളം കാണിച്ചിട്ട് പ്രാർത്ഥന കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്നൊക്കെ പറയും. എന്ത് തോന്നിയവാസമാണ് അത്! ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തല്ലുള്ളി തരാമെന്ന് പറയും. അങ്ങനെയല്ല. കർത്താവ് എന്താ പറഞ്ഞാൽ, ആദ്യം ദൈവം അടയാളം കാണിക്കുകയല്ല, ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിനെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. ആദ്യം ഉടമ്പടി പാലിക്കണം. അപ്പോഴാണ് ബാക്കിയുള്ളത് ഇൻറ്റൻഷൻസ് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് നൽകണം. അപ്പോൾ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക. എന്താണ്? ഞാൻ ആദ്യം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കും എന്ന തീരുമാനം എടുത്താൽ ബാക്കിയുള്ളത് എന്തുമാത്രമാണെന്ന് ഒരു പിടിയില്ല. 6:36 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ലുക്ക അമർത്തി കുരുക്കി നിറച്ചാൾ അന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചേരുക. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു നിർലോഭമായ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർലോഭമായി കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാവേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എന്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ചൊന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയുടെ അഭിഷേകം ലഭിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ള വിഷയങ്ങള് അങ്ങയുടെ കാലത്ത് നടക്കുന്നത് വരെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ദൈവസ്നേഹം സ്നിഗ്ധമായ പ്രത്യാശയാൽ അഭിഷേകം ചെയ്യണമേ. ആശ്വാസത്തിനാത്മാവേ വരേണമേ, വിശ്വാസത്തിനാത്മാവേ വരേണമേ, ആശ്വാസത്തിനാത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എന്റെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടിയെ ഇങ്ങനെ ഒക്കുമെങ്കിലും ഒക്കട്ടെ, നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ അങ്ങനെ ഒരു അംബിഗസ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു സാങ്കല്പികമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഉടമ്പടി എടുത്ത് പണി മേടിക്കണത്. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ചില ആൾക്കാരെന്ത് ചെയ്യും?
അവർ ഉടമ്പടിയെക്കുറിച്ച് നല്ലവണ്ണം പഠിക്കും. ആദ്യം സാക്ഷ്യങ്ങളെല്ലാം കേട്ട് മനസ്സിൽ ഉറപ്പാക്കും. എന്നിട്ടെന്താ? ഒറ്റ ചെയ്താണ്. അവർ ഒറ്റ ചെയ്താണ്. ഉടമ്പടിക്ക് മുമ്പ് തന്നെ അവരിവിടെ വരുന്ന മുമ്പ് തന്നെ അവർ പോയി കുമ്പസാരിക്കും. അവർ ഇന്നലെ കേട്ട സാക്ഷ്യം എന്താണ്? ഞാൻ ഉടമ്പടിക്ക് മുമ്പ് തന്നെ 1 മാസമേ ഉടമ്പടിക്ക് എന്നെ ഒരുക്കിയെന്ന്. എനിക്ക് അതാണ് സംഭവം. ഞാൻ ഉടമ്പടി ചെയ്യുന്നതിന് 1 മാസം മുമ്പ് തന്നെ ഞാൻ ഉടമ്പടിയിലാണെന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുക. എന്താണ്? സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഗിങ് വരത്തില്ല. പക്ഷേ ലാഗിങ് വന്നില്ലേലും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആന്തരിക അഭിഷേകമുള്ള കാരണം അവർക്ക് ടൈം പ്രശ്നമല്ലാതെ വരും. ഒരു കംപ്ലൈൻറ്റും ചെയ്യത്തില്ല. എന്താ കാര്യം? അതിന് ടൈം ആകുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് അത് ചെയ്യും. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്? ഈ എല്ലാ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ പറഞ്ഞ പ്രൊഫസർ ടോയ് തോമസിൻ്റെ വിഷയം തന്നെ എടുക്കുക. അവർ ആ ചേട്ടായി എന്താ ചെയ്യണത്? അവർ കോളേജ് പ്രൊഫസറാണ്, പക്ഷേ ഇവരും അതുപോലെ തന്നെ ടീച്ചറാണ്. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ ഈ സിറ്റുവേഷനിലും മറ്റുള്ളവർക്ക് ഈ പത്രങ്ങൾ കൊണ്ടുപോയി എല്ലായിടത്തും പറഞ്ഞിട്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ രോഗത്തിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? റേഡിയേഷൻ പറ്റത്തില്ല, ഓപ്പറേഷൻ പറ്റത്തില്ല, കീമോ പറ്റത്തില്ല. പക്ഷേ എന്ത്? പാലിയേറ്റീവ് കീമോ, മരിക്കാനുള്ള കീമോ കൊടുത്തിരിക്കുകയാണ്. ആ സംഭവം പക്ഷേ ഒരു കീമോ കഴിഞ്ഞ് 2 കീമോ 3ാമത്തെ കീമോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 99% ഇവർ സുഖപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഇവർ ആൾക്കാർക്ക് പത്രങ്ങൾ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ അത് കൊടുത്ത് ഒപ്പിച്ച് തീർക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് എന്താണ്? അത് തന്നെ ഒരു ജോലിയാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ് ഉടമ്പടി. കാര്യം കാര്യം ഇത് ആദ്യമേ തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പിശാച് പല്ലും നഖവും കൊണ്ട് പത്രത്തെ എതിർത്തായിരുന്നു. ഇപ്പം ഞാൻ 3-4 പേര് ഇതിൻ്റെ ഒരു കീബോർഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട്, വ്യക്തമായ ഐഡിയ ഉണ്ട്. അപ്പോൾ എന്തെല്ലാം ലോകം മുഴുവനും തലകുത്തും പറഞ്ഞാലും ഞങ്ങൾ തലകുത്തും അറിയത്തില്ല. എന്താ കാര്യം? ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ എപ്പോഴും സംസാരിക്കണം. എന്താ കാര്യം? ഈ വിഷയത്തിൻ്റെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നതോളം കാലം ഫസ്റ്റ് ഹാൻഡ് പ്രൈമറി വിറ്റ്നസ് ഞാനാണ്. മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട കണ്ടത് ഞാൻ മാത്രമേ അമ്മയെ കണ്ടുള്ളൂ, സത്യമായിട്ടും കണ്ടുള്ളൂ. പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ അമ്മയെ കാണുന്നുണ്ട്, അനുഭവത്തിലൂടെ നേരെയും. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രൊഫസർ ജോയ് തോമസിൻ്റെ ഈ ക്യാൻസർ വന്നിരിക്കുന്ന ചേച്ചി ഒരു ദിവസം വചനം കേട്ടുകൊണ്ടിരിക്കുക പറയും, ഇന്ന് കഠോരമായ രോഗത്തിലിരിക്കുന്നവർ മാതാവിൻ്റെ സാന്നിധ്യം മഴവില്ല് പോലെ കാണുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഹൃദയ പരമാർത്ഥതയോടെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 145 സങ്കീർത്തനം 18 തിരുവചനം. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കളങ്കമില്ലാതെ പരമാർത്ഥത വേണം. അല്ല വെക്കുവോ? അച്ഛൻ പറഞ്ഞ് ശരിയായിരിക്കുവോ? അത് മഴവില്ല് ചുമ്മാ കണ്ടതല്ലേ? ആകാശത്ത് കാണാൻ മഴവില്ലൊക്കെ പിന്നെ അച്ഛൻ പറഞ്ഞാണ്. അച്ഛൻ പറഞ്ഞില്ലെങ്കിലും മഴവില്ല അവിടെ ഉണ്ടാകത്തില്ലേ? ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഹൃദയ പരമാർത്ഥതയോടെ. കാര്യം എന്താണ്? കർത്താവ് എന്നോട് സംസാരിച്ചതാണെന്ന് അതൊക്കെ ദൈവവിധി പ്രകാരമുള്ള ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങളുണ്ടാകും. അപ്പോൾ ആ വ്യക്തിക്ക് അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിരിക്കും ദൈവം. ഇങ്ങനെയല്ല നമ്മൾ സ്വപ്നത്തിലൂടെ ഓരോ കാര്യങ്ങൾ വിവേചിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ള ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന സ്വപ്നങ്ങളുണ്ട്, ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന ദർശനങ്ങളുണ്ട്. അതെന്താണ്? അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയാണ് അതിൻ്റെ ആ വ്യക്തിയെ അഡ്രസ്സ് ചെയ്യണത് വിത്ത് അഡ്രസ്സാണ് കൊടുക്കണത്. കാര്യം എന്താണ്? ഇത് എന്നെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ദൈവം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരും. എന്താണ്? ഇത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് പറയും. അത് പറയുന്ന സമയത്ത് ചിലർക്ക് കുളിരോടുന്ന പോലുള്ള ശാരീരികമായ ഫിസിക്കൽ ഫിനോമിന ഉണ്ടാകും. ദൈവാനുഭവത്തിന് ഒത്തിരിയേറെ രസകരമായ അനുഭവങ്ങളുണ്ട്. കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പടി ഇരട്ട അഭിഷേകം എന്ന് പറയും. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേ സമയം തന്നെ ആന്തരികമായ ഈ ബോഡിയിൽ തന്നെ ഫീലിംഗ് ചെയ്യും.
ഒരു പ്രത്യേക എന്താണ് നമ്മൾ ഒരു പൂരണിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ രീതിയിലുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. കേൾക്കുന്നവർക്കും ഉണ്ടാവും, പറയുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ എന്താണ്, പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് പേഴ്സണൽ കൺകറൻസ് കിട്ടാൻ നമുക്ക് വ്യക്തിപരമായി ദൈവം നൽകുന്ന ശാരീരികമായ അനുഭവങ്ങൾ ഫിസിക്കൽ ഫിനോമെറ്റിസിസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിഷയം, ദൈവികമായ കാര്യങ്ങളുടെ ശാരീരികമായ പ്രതിഭാസങ്ങൾ, അത് ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ഉടമ്പടിയുടെ അനുഭവങ്ങളിൽ കൂടിക്കൂടിയാണ് വരണത്. അപ്പോൾ അത് എല്ലാവർക്കും, അതുകൊണ്ടാണ് സുഗന്ധാഭിഷേകം വരണത്, മഴവില്ല് വരണത്, അതുപോലെ തന്നെ മാതാവ് സ്വപ്നത്തിൽ വന്നു വിളിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മനുഷ്യന് നമ്മുടെ അദ്ദേഹം പറയണത്, ഇവിടെ ഇതിന് വാതിക്കലിരിക്കുന്ന മാതാവ് വന്ന് എന്നെ ഒരു സ്വർണത്തിൻ്റെ വടി കൊണ്ട്, ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മ എൻ്റെ ജന്മത്തിൽ ഞാൻ 5:30 എഴുന്നേരം ചരിത്രമില്ല, എനിക്ക് 35 വയസ്സായി, 35 കൊല്ലത്തിനുള്ളിൽ ഇന്ന് വരെ ഞാൻ 8 മണിക്കൊക്കെ എഴുന്നേൽക്കണത്, ഞാനെങ്ങനെയാണ് 5:30 എഴുന്നേൽക്കണത്. അപ്പോഴെന്ത് ചെയ്ത്, അമ്മ കറക്റ്റ് 5:29 ആയപ്പോൾ കൃപാസനം വാതിക്കെ നിൽക്കുന്ന മാതാവ് വന്ന് എന്നെ തോണ്ടി വിളിച്ചു. ഞാൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മണി 5:30. അതായത് ഈ കാലങ്ങളിൽ അഡ്രസ്സ് നേരിട്ട് നമുക്ക് അനുഭവം കിട്ടും, നേരിട്ട്. അതായത് ഒന്നാമത്തെ കൃപാസനത്തിൻ്റെ വിഷയം സഞ്ചാരി മാതാവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവരുടെ കാര്യം തന്നെ എടുക്കാം. ഇവരുടെ കാര്യം, ഇവർക്ക് ഈ ക്യാൻസർ 99% കുറഞ്ഞല്ല, പിന്നെ 1% ഉള്ളു. അപ്പോൾ ആ സന്തോഷ വാർത്ത എന്നെ അറിയിക്കാൻ വേണ്ടി അവരിവിടെ വന്നു. അവരിവിടെ വന്നപ്പോൾ എന്നാ പറ്റിയത്, പ്രൊഫസർ ഇവിടെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ അച്ഛനെ, കണ്ടിട്ട് പോയപ്പോഴല്ലേ ഇത്രയും കുറഞ്ഞിരിക്കണത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 90 ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ. കാര്യം ഒത്തിരി പേര് കാണാനുണ്ട്, ഒരു പ്രാവശ്യം പോലും കാണാത്തവരുണ്ടല്ലോ. അപ്പം പ്രൊഫസറിന് അത് കാര്യം മനസ്സിലായപ്പോൾ പ്രൊഫസർ സങ്കടത്തോടെയാണെങ്കിൽ തിരിച്ചുപോയി. പിറ്റേ ദിവസമുണ്ട് ഞാൻ പ്രൊഫസറിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കണം. അല്ല, എനിക്കറിയാൻ പാടില്ല, ഞാൻ ചേന്നമംഗലത്ത് പോയ ആളാണ്. ചേന്നമംഗലം എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. പഴയകാല ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റാണ് ചേന്നമംഗലം എന്ന് പറയുന്നത്. 1800 കൊല്ലം പഴക്കമുള്ള സെറ്റിൽമെൻറ്റാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ച ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചേന്നമംഗലത്ത് യഹൂദ പള്ളി ചെന്ന്, ആ പള്ളി ഒത്തിരി ഇടാകൂടങ്ങളിൽ പോയിട്ടാണ് പള്ളിയിലെത്തിയത്. പള്ളി അടച്ചിട്ടപ്പോൾ റോഡ് വക്കെ നിന്നിരിക്കുന്ന ഒരാളിനെ ഞാൻ വിളിച്ചിട്ട്, ഞാൻ കാറിലേക്ക് വിളിച്ചപ്പോൾ അയ്യോ ജോസഫനല്ലേ, എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ അച്ഛനെ കാണാമെന്നു. അപ്പോഴെന്ത്, അച്ഛാ ഞങ്ങൾ സാക്ഷ്യം പറയാൻ ഇരിക്കുകയാണ്, 1% കൂടിയേ എനിക്ക് ക്യാൻസർ ഉള്ളൂ, ബാക്കിയെല്ലാം അമ്മ ഏറ്റെടുത്ത്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇവിടുന്ന് മടക്കി വിട്ട ആളെ അമ്മ എന്നെ അവിടെ വീട്ടിൽ കൊണ്ട് ആശീർവദിച്ചു. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സഞ്ചാരി മാതാവ് ഇതാണ് സംഭവം. ഇക്കാലങ്ങളിൽ ഉടമ്പടിയുടെ വിഷയം എന്ന് പറയുന്നത് ജീവനോടെ അത് ഞാൻ പറഞ്ഞ ഉടമ്പടി നിങ്ങൾ അതിൻ്റെ ഒഴുക്കത്തുനിന്ന് ഒഴുകിയാൽ മതി. മനസ്സിലായോ? ഉടമ്പടി തടസ്സമില്ലാതെ ഒന്ന് ഒഴുകിയാൽ മതി. അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. നമുക്ക് റിസ്ക് ഇല്ല. എന്താ കാരണം, ഒരു കാര്യം നടന്നില്ലെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നേരിട്ട് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. അതാണ് ഉടമ്പടി. എന്താ കാര്യം, ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ വിഷയമായത് കാരണം നമ്മളെ അനുഗ്രഹിക്കുക, സാക്ഷികളാക്കി മാറ്റുക ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യം പോലെ തന്നെ ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് സ്പീഡാകുന്നതിൻ്റെ കാര്യം. നിങ്ങൾക്ക് ചിലർക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങളിങ്ങനെ പൊട്ടം കണ്ണാനെ പോലെ തപ്പിയും തടഞ്ഞു വെക്കുക, എന്തിനൊക്കെ ചെയ്യോ, ഇനി അതെവിടെ കൊടുക്കാനാണ്, രോഗികളെ കാണാനാണ്, ആരെ കാണാനാണ്, നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാ കൊള്ളാം, നല്ല പരിപാടിയെ പോയി. അവിടെ ഇന്ന് വരെ ഒരു ഗവൺമെൻറ് ആശുപത്രി പോയിട്ടില്ല, എല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലേ പോയിട്ടുള്ളൂ. അപ്പോൾ പാവത്തങ്ങളൊക്കെ ഉള്ള ഗവൺമെൻറ് ആശുപത്രി ആയിരിക്കുമല്ലോ ഉള്ളത്, അവരെയാണല്ലോ പോയി കാണേണ്ടത്. അപ്പോൾ അവരെ പോയി കാണുമ്പോൾ ഇവർക്ക് അറിയത്തില്ല, ഇവരുടെ മനുഷ്യരുള്ള സംസർഗം. നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാകുന്ന പോലെ അവർക്ക് അറിയത്തില്ല, അത്രയും ബന്ധമുള്ളു. അങ്ങനെ മനുഷ്യനുമായിട്ട്, സാധാരണ മനുഷ്യനായിട്ട് ഒരു ബന്ധമില്ലാത്തവരെ ഇപ്പോഴെന്ത് ചെയ്യും, ഉടമ്പടി എന്ത് ചെയ്യും, അവരെ തിരക്കിപ്പോകും. തിരക്കിപ്പോകണത് ഉടമ്പടിയുടെ ഒരു നിയോഗം നിറവേറ്റാനല്ല, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വളരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലായി, അത് ഓർത്തേക്കണം. ഉടമ്പടി അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി, ഞങ്ങളത് കണ്ടു, രോഗികൾ കണ്ടു, കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, അവർക്ക് ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. നിങ്ങളെന്താ കാര്യം നിങ്ങൾ ചെയ്യണ കാര്യങ്ങളെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം
കർത്താവിൻ്റെ സ്നേഹത്തിലാണ് അത് ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവൃത്തികളും ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവൃത്തികളും അങ്ങയുള്ള സ്നേഹത്താൽ സുവിശേഷത്തിന്റെ സാക്ഷിയായി ചെയ്യുവാൻ ഇടയാക്കണമേ. അപ്പോഴേ ഇതിൻ്റെ വിഷയത്തിൽ നമ്മൾ ചെയ്യും തോറും നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. നമുക്കിത് ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ചെയ്തത്, അത് ഉടമ്പടിയുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, നമ്മുടെ കാര്യം നേടാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റും നമുക്ക്. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ പൈസ ആൾക്കാർക്ക് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് വേണ്ടി കൊടുത്തു. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിലാണ് ചെയ്തത്. അതാ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്ന് അറിയാൻ നമുക്ക് പറ്റും. എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിലാണ് ചെയ്തതെങ്കിൽ പിന്നെയും ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പിരിറ്റ് ഉണ്ടാകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രോഗികൾ കൊണ്ടേ കൊടുത്ത് ഇനിയിപ്പോൾ 90 ദിവസം അത് അവരെ കൊടുത്താൽ മതിയല്ല, മനസ്സിലായില്ലേ? 90 ദിവസം ഉണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും കൊണ്ടുപോയി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം. കുഴപ്പമില്ല, 90 ദിവസം വരെ കൊടുക്കാം, പട്ടണത്തിനെ കൊടുക്കാം. അപ്പം നമ്മൾ ഈ ദിവസം എണ്ണി കൊടുക്കും. അത് പക്ഷേ അതിനൊന്നും കൗണ്ട് ഡൗൺ ആണ്. അതൊക്കെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി പ്രകാരമല്ല. അത് നിങ്ങളുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള എന്തോ ഒരു തരം പ്രവർത്തനങ്ങളാണ്, മനുഷ്യപ്രവർത്തനങ്ങളാണ്. അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല. ഇത് പ്രേക്ഷിത പ്രവർത്തനവും മനുഷ്യ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസം. പ്രേക്ഷിതം മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? വൺ ഹു ഈസ് സെൻറ്റ്, അല്ലേ? പ്രേക്ഷിതം അതായത് ഒരാളെ പറഞ്ഞു വിടുക. ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യണത്. അതിനാണ് പ്രേക്ഷിതം എന്ന് പറയണത്. സംസ്കൃത വാക്കാണ്, അതിനാ പ്രേക്ഷിത എന്നൊക്കെ പറയത്തില്ലേ. എന്ന് വെച്ചാൽ സ്വയം ചെയ്യണതല്ല. ദൈവം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ടേക്ക് ദ ബെഡ് അപ്പ് ആൻഡ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. യോഹന്നാൻ 20:21. യോഹന്നാൻ 20:21. പിതാവ് എന്നെ അയച്ചതുപോലെ, പറഞ്ഞ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതാണ് വിഷയം. ഞാനും അയക്കുന്നു. അടുത്ത വരി. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. അപ്പോൾ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനത്തിന് അത് സ്പിരിറ്റഡ് ആണ്, മനസ്സിലായില്ലേ? മറ്റൊരു സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഹ്യൂമൻ സ്പിരിറ്റഡ് ആണ്. ഇത് വ്യത്യാസം ഇതാണ്. പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം നമ്മൾക്ക് നമ്മുടെ IELTS പാസ്സാകാൻ വേണ്ടി നമ്മൾ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കുന്നു, ഗുഡ് ബൈ, അവരും തിന്ന് നമുക്ക് സമാധാനം. എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറെ റിസൾട്ട് വന്നാന്ന് പറഞ്ഞ് കൈയടിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ, പിതാവ് യേശുവിന് ഏറ്റവും വലിയ പ്രേക്ഷിതനാരാണ്? ഈശോയാണ്. അപ്പ അയച്ചതാണ്. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ യേശു ക്രിസ്തുവാണ് നിങ്ങളെ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് അത് പ്രേക്ഷിത പ്രവർത്തനം ആകണത്. യേശു ക്രിസ്തുവാണ് നിങ്ങളെ, കർത്താവേ ഒരു 10 പത്രം കയ്യിലെടുത്ത് അല്ലെങ്കിൽ 10 പൊതിച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടാണല്ല രോഗികൾക്ക് വേണ്ടി പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ സമയത്ത് തരും ദൈവം. അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഗുണം. പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജിബിൻ്റെ സാക്ഷ്യം കണ്ട് ജുബിൻ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ കക്ഷിയിൽ അയാളുടെ ചെറുപ്പക്കാരനാണ്. അയാൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾക്ക് 4 സപ്ലൈ ഉണ്ടായത്, പിന്നെ അത് കൂടി 7 സപ്ലൈ ആയി. പിന്നെ എന്ത് ചെയ്ത് അടുത്ത എഴുത്തിന് 7 സപ്ലൈ അയാൾ ജയിച്ചു. അതാണ് വിഷയം. അപ്പോൾ പക്ഷേ അയാൾ ചെയ്യണ കാര്യം എന്താണെന്നറിയാമോ? അതായത് വേറെ ബ്ലോസം എന്ന് പറഞ്ഞൊരാളെ കണ്ടുമുട്ടി ആശുപത്രി ചെന്നപ്പോൾ. ബ്ലസ്സൻ, ഈ ജൂബിൻ ബ്ലസ്സൻ എന്ന് പറഞ്ഞൊരാളെ ആശുപത്രി കണ്ടുമുട്ടി. ബ്ലസ്സൻ എന്താ? ബ്ലസ്സന് ക്യാൻസറാണ്. അപ്പോൾ ബ്ലസ്സനെ ചികിത്സിച്ച് അയാളുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്ത് അവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബ്ലസ്സിന് തോന്നി ഇവനിപ്പോൾ പാവപ്പെട്ടവനാണ്, ഇവൻ്റെ അമ്മ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കണം. അവർ പോയി കുളിക്കുകയോ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ജൂബിൻ പറഞ്ഞു, ബ്ലസ്സിൻ്റെ അമ്മയല്ലേ, അമ്മ വീട്ടിൽ പോയി കുളിക്കുക നനയ്ക്കൊക്കെ ചെയ്തിട്ട് വാ, ഞാനിവിടെ ഇവനെ നോക്കിക്കൊണ്ട് നിന്നോളാം. കളി വേണ്ട, അത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ്. കളി മറന്നുണ്ടല്ലേ?
അങ്ങനെ നിന്ന് എത്ര ദിവസം എന്നറിയാവോ? അവൻ പറഞ്ഞു അവർ പാവപ്പെട്ടത് കൊണ്ട് അവർക്ക് ഒരു നേരം ആഹാരം കിട്ടണമെങ്കിൽ പണിയെടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അമ്മയെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ഞാൻ ഒരു മാസം അവൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. അപ്പോൾ അവൻ മരിക്കാനായപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ജുബിനെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ ജുബിൻ പോയി കണ്ടു. ജുബിൻ്റെ കൂടെ കൈവച്ച് അവൻ മരിച്ചു. അപ്പോൾ ഒരു മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണമെന്ന് നോക്കിയേ. അവസാന നിമിഷമാണ് അവനെ ശുശ്രൂഷിക്കാൻ കിട്ടിയെങ്കിലും ആ ജീവിതകാലം മുഴുവൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടി. ജൂബിനെ ഈ ബ്ലസ്സിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കർത്താവ് അവൻ്റെ മരണം വരെ ഇതിൽ നിന്ന് അവന് വരുമാനം വന്നുകൊണ്ടിരിക്കും, കൃപയുടെ വരുമാനം വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും ജൂബിനെ ദൈവം മറക്കത്തില്ല. അതുപോലെ നിങ്ങളെയും ദൈവം ഒരിക്കലും മറക്കാനാവാ ദൈവത്തിന് എന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രേക്ഷിതയായി നിങ്ങൾ ഉയർത്താനും വളർത്താനും വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. തിരഞ്ഞെടുത്തയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നിന്റെ കൈയും കാലുമായി പ്രവർത്തിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് നോക്കിയേ. ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മാനദണ്ഡം എന്താണ്? അതായത് അത് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിഭാവനതയാണ് ഇവിടെ മാനദണ്ഡമാണിത്. എപ്പോഴും നമ്മൾ വിഷയം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഓരോ ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യകാലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും പറയണത് അതാണ്, ഉടമ്പടി ഉടനടി പരിഹാരം. ഒരു സംശയമില്ല കാര്യത്തിൽ, നിങ്ങൾ പത്രം എടുത്ത് നോക്കിയാൽ മതി. പക്ഷേ ഈ ഉടമ്പടി ഉടനടി പരിഹാരം കിട്ടിയില്ലെങ്കിലും 10,000 ഇപ്പോഴും ഇത്തിരി ഉടമ്പടി ദൈവത്തിൻ്റെ സമയത്താണത് നടക്കണമെന്നുണ്ടെങ്കിൽ 10,000 അതിനുള്ളിൽ വിശുദ്ധരായി ജീവിക്കുന്നുണ്ടെന്ന്. എന്താ കാര്യം? കർത്താവ് ചെയ്യുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ക്രിസ്തുവിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഉദാഹരണത്തിന് 1 Corinthians 3:1 എടുത്തേ. സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. പൈതങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് മിഠായി, ബലൂൺ, അതുപോലെയുള്ള കളിപ്പാട്ടം, ഇങ്ങനെ കുറേ സംഭവങ്ങളില്ലേ, അവർ കിട്ടിയാൽ മാത്രമേ മദറിൻ്റെ സ്നേഹം. നിങ്ങൾക്കറിയാവില്ല, ഇപ്പം കുഞ്ഞുങ്ങളെ അമ്മയെന്ന് വിളിക്കണ ആരെയാണ് പലപ്പോഴും? ആയമാരെ വിളിക്കണതല്ലേ. നാളെ ബംഗാളി ചേച്ചിമാർ വന്ന് നമ്മുടെ പിള്ളേർക്ക് നിങ്ങൾ 4 ലക്ഷത്തിൻ്റെ ശമ്പളം മേടിക്കും, നിങ്ങളുടെ മക്കൾക്ക് മുല കൊടുക്കുന്നവരായിരിക്കും ബംഗാളി ചേച്ചിമാരായിരിക്കും. അപ്പം നമ്മുടെ മക്കൾ അവരെന്തെന്ന് വിളിക്കും? അമ്മയെന്ന് വിളിക്കും. നിങ്ങളെന്തെന്ന് വിളിക്കും? ആയെന്ന് വിളിക്കും. ഇതാണ് പ്രശ്നം. പിള്ളേരുടെ ഒരു സൈക്കോളജിയിൽ എന്താ ഉള്ളത്? ആര് എന്ത് കൊടുക്കുന്നു അവരാണ് അമ്മ. പറഞ്ഞിട്ട് കാര്യമില്ല. ആര് കൊടുക്കുന്നു? അമ്മയെ എപ്പോഴും അമ്മയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ കാര്യങ്ങളും കുഞ്ഞിനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് ഇങ്ങനെ ഒരു കാലം ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. ഒന്നിനു വായിച്ചത്
സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. സംസാരിക്കാൻ സാധിക്കും. ആത്മീയ മനുഷ്യരോടാണ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞ കാര്യം? 1 തിമോത്തി 4:8 എന്താണ്? ആത്മീയ മനുഷ്യരോട് സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? നിത്യജീവനെക്കുറിച്ചായിരിക്കും. ജഡിക മനുഷ്യരോട് സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? ഈ ജീവിതത്തിന് വേണ്ടിയായിരിക്കും സംസാരിക്കണത്. അപ്പോൾ ഈ ജീവിതത്തിന് വേണ്ടി കർത്താവ് അഡ്രസ്സ് ചെയ്യണില്ലേ? അതാണല്ല ഉടമ്പടി. ഈ ജീവിതത്തിന് വേണ്ടി അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീടില്ല, അവർക്ക് ജോലിയില്ല, അവരുടെ വിവാഹം നടക്കണില്ല, അവർക്ക് രോഗമാണ്. ഇതല്ലേ പരിശുദ്ധ ഉടമ്പടിയിലൂടെ ഈശോയോട് പറഞ്ഞിട്ടല്ലേ സമയബന്ധിതമായി ഈ വിഷയം സമാധാനം ഉണ്ടാകുന്നത്. പക്ഷേ അടുത്ത പടി എന്താണ് ഉടമ്പടിയുടെ? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രതിഷ്ഠിക്കുന്നത്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നിർഭാഗ്യരാണ്. അപ്പൊ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കണം എന്തിനാണ്? ഈ ജീവിതത്തിന് വേണ്ടിയും മാത്രമാണെന്നാണ് ചോദിക്കണത്. വെച്ചാൽ ഈ ജീവിതത്തിന് വേണ്ടി ഉണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി പിന്നെ എന്താണ്? വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടുതലാണ് നിങ്ങൾ ചില കാര്യങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തേക്കണം, നിങ്ങളെന്താണ് നിത്യജീവൻ്റെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് വന്നു എന്ന്. എന്താ കാര്യം? എന്താണ്? ദൈവം ഈ ജീവിതത്തിൽ ഉടമ്പടിയിൽ ഒരു 3-4 കാര്യങ്ങൾ പടപെടാതെ നിങ്ങളുടെ കാര്യം നടക്കുകയും ചില കാര്യങ്ങൾ താമസിക്കുകയും ചെയ്യുമ്പോൾ അത് താമസിക്കുന്നതല്ല, മറിച്ച് എന്താണ്? നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കാനും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്നതാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ മലയാളിക്ക് ഒരു കുഴപ്പമുണ്ടായി. മലയാളിക്ക് എന്ത് ബൈബിൾ പഠിച്ചാലും അവനെ നയിക്കുന്നത് പഴഞ്ചൊല്ലായിരിക്കും. മലയാളി എന്ത് ബൈബിൾ, മലയാളിയുടെ ഒരു ദുരന്തം അതാണ്. എന്ത് ബൈബിൾ അവൻ പഠിച്ചാലും അവനെ നയിക്കണത് ആരായിരിക്കും? പഴഞ്ചൊല്ലായിരിക്കും. അത് നമ്മൾ അറിയത്തില്ല. നമ്മൾ അറിയാതെ നമ്മുടെ അകത്ത് കിടക്കുന്നൊരു വൈറസാണ് ഈ പഴഞ്ചൊല്ല്. ഇപ്പം നിങ്ങൾ പറയും ആറ്റിക്കളഞ്ഞാലും പണിയായി. അതേ സംഭവം മലയാളം അങ്ങനെ ചെയ്യത്തുള്ളൂ. അവൻ അർത്ഥ കൈക്ക്. അപ്പം ഈ ബേസിക് സ്വഭാവങ്ങളുള്ള കാരണം തന്നെ ദൈവാനുഗ്രഹം കുറയാൻ സാധ്യതയുണ്ട്.